യെസ്. നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ട് ഒരു വലിയ സമൂഹം, മലയാളി സമൂഹം തന്നെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ചില മറുവാദങ്ങളും ഇവിടെ നിന്ന് വരുന്നുണ്ട്. അതായത് നിമിഷപ്രിയ മോചനം അർഹിക്കുന്നുണ്ടോ? നിമിഷപ്രിയ വധശിക്ഷ വധശിക്ഷയാണ് അർഹിക്കുന്നത്. അത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട്. അതിവിടെ നിന്ന് വരുന്നത് ശ്രീജിത്ത് പണിക്കർ, പിന്നെ നമ്മുടെ മുൻ ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് കമാൽ പാഷ, ഇവരൊക്കെയാണ് അതിനെ അത്തരത്തിലുള്ള വാദമുഖങ്ങളുമായിട്ട് വരുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് മറ്റൊരു രാജ്യത്ത് അവർ ചെയ്തു കൂട്ടിയ ഒരു ക്രിമിനൽ കാര്യമാണ് ഇത്, ഒരു ക്രൈമാണ് അവിടെ ചെയ്തിരിക്കുന്നത്, അതൊരു അബദ്ധമോ ഒന്നുമല്ല. അപ്പോൾ അതിൽ അവരുടെ അവർക്ക് അവിടെ ശിക്ഷ അർഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഈ പൈസ കൊടുത്ത് മോചിപ്പിച്ചുകൊണ്ട് വരുന്ന ഈ ക്രിമിനലുകൾ മോചിപ്പിച്ചുകൊണ്ട് നാട്ടിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. എന്തായാലും ഇവർ ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണ്? ഈ രണ്ടുപേരോടും ചില കാര്യങ്ങളിലെങ്കിലും അങ്ങേയറ്റം ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. ശ്രീജിത്ത് പണിക്കരുടെ ആശയ വിശകലനങ്ങളും വാർത്താ വിശകലനങ്ങളും സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ജസ്റ്റിസ് കമാൽ പാഷയുടെ ചില കാര്യങ്ങളിലുള്ള നിലപാട് വളരെ രാഷ്ട്രപ്രാധാന്യമുള്ളതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിമിഷപ്രിയയുടെ കേസിൽ ഈ രണ്ടുപേരോടും വളരെ കർക്കശമായി വിയോജിക്കാതെ വയ്യ. അവരുടെ ഇപ്പോൾ അവർ സ്വീകരിക്കുന്ന മനുഷ്യത്വരഹിതമായ നിലപാടിനെ അപലപിക്കാതെ വയ്യ എന്നാണ് എൻ്റെ ഒരു നിലപാട്. ഈ രണ്ടുപേരും ഉന്നയിക്കുന്ന ഒരേ കാര്യമാണ്, നിമിഷപ്രിയ നിരപരാധിയല്ല. ആരും പറഞ്ഞിട്ടില്ല നിമിഷപ്രിയ നിരപരാധിയാണെന്ന്. രണ്ട്, നിമിഷപ്രിയ അങ്ങനെ ഇന്റൻഷനലി ബോധപൂർവം ചെയ്തൊരു കൊലപാതകമാണ്. മൂന്ന്, നിമിഷപ്രിയ നിയമത്തിന്റെ മുമ്പിൽ കീഴടങ്ങിയിട്ട് ഞാൻ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. നാല്, ഈ ഒരാളിപ്പോൾ അബദ്ധത്തിലാണ് കൊല്ലപ്പെട്ടതെങ്കിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഡെഡ് ബോഡിയോട് കാണിച്ചത് എന്താണ്? അത് അങ്ങേയറ്റത്തെ ക്രൂരതയല്ലേ? ഇവരോട് പൊറുക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. ഇവര് രണ്ടുപേരുടെ ഒരു മൗലികമായ കുറവ്, ഒരാള് ഇന്ത്യൻ നിയമത്തെ, ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇങ്ങനെ വാർത്താ ചാനലുകളിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാളാണ്. വേറൊരാള് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗമായി വന്ന് അതൊരു മേൽവിലാസമായി മാറിയ ജസ്റ്റിസാണ്. ഈ രണ്ടുപേർക്കും അറിഞ്ഞുകൂടാ എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം പറഞ്ഞോട്ടെ. രണ്ടുപേർക്കും അറിഞ്ഞുകൂടാത്തത് ഒരു അറേബ്യൻ രാജ്യത്ത്, പ്രത്യേകിച്ച് ജനാധിപത്യം ഇല്ലാത്ത ഒരു രാജ്യത്ത്, അതും ഒരു മതകീയ രാജ്യത്ത്, മത നിയമങ്ങൾ കോടതി വാഴുന്ന കാലത്ത് ഒരു നാട്ടിൽ ചെന്നുപെട്ട ഒരു നിസ്സഹായാവസ്ഥയിലുള്ള ഒരു തൊഴിലാളിയുടെ ജീവിതാവസ്ഥ ഒരു ദിവസമെങ്കിലും അനുഭവിച്ച ഒരാൾക്ക് ഇമാതിരി പ്രസ്താവനകൾ നടത്താനാവില്ല. അങ്ങേയറ്റം ക്രൂരമാണെന്ന് പറയേണ്ടി വരും. അതിന് ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം ചോദിക്കുന്നപ്പോൾ ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത് കേട്ടു, നിമിഷപ്രിയക്ക് കുറ്റം സമ്മതിക്കാമായിരുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറ്റം സമ്മതിച്ച കോടതി വെറുതെ വിടുവോ? എനിക്ക് അബദ്ധത്തിൽ ഞാൻ കൊന്നുപോയി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ കോടതിയും ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ന്യായാധിപൻ അവിടെ ഒരുപക്ഷെ വധശിക്ഷ ലഭിക്കാതിരിക്കുമായിരുന്നില്ലേ? ഒരിക്കലും ഇല്ല. കൊന്നു എന്ന് തെളിഞ്ഞാൽ, കൊന്നതാണ് എന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും വധശിക്ഷ കിട്ടും. അല്ല, ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പൊ ശരിയ നിയമപ്രകാരം ഈ അവിടെ പ്രവർത്തിക്കുന്നത് ശരിയ നിയമപ്രകാരമാണ്. അപ്പൊ അവിടെ ഈ മൃതശരീരം വെട്ടി നുറുക്കി എന്നുള്ളതാണ് ഈ വധശിക്ഷയ്ക്ക് കാരണമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ കൊന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ 110 കഷ്ണങ്ങളായിട്ട് അവരുടെ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ വാട്ടർ ടാങ്കിലാണ് ഇതിട്ടിരുന്നത്. അപ്പൊ അവരുടെ ഈ തലാലിന്റെ ഈ ഗോത്രം, അവരുടെ ഒരു സമൂഹമുണ്ട്. അവർക്ക് ഒന്നടങ്കം നിമിഷപ്രിയയോട് ഒരു ശത്രുത ഇപ്പോൾ ഉണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ശരീരം 110 കഷ്ണങ്ങളാക്കി അവർ കുടിക്കുന്ന വാട്ടർ ടാങ്കിലാണ് ഇട്ടിരുന്നത്. അപ്പൊ അത് ചെയ്തത് നിമിഷയാണോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ നിമിഷയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യപ്പെട്ടത് എന്നുള്ളതുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ ഈ അവിടുത്തെ ശരീരത്ത് കോടതി എന്ന് പോലും ആ കോടതിയെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് യമൻ കോടതിയല്ല. യമന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് ഒരു അന്യരാജ്യത്തിന്റെ പിന്തുണയോടുകൂടി അവിടെ ഇരുട്ടിന്റെ മറവിൽ കടന്നു കയറിയിട്ട് തലസ്ഥാനം പിടിച്ചടക്കിയ ഒരു കൂട്ടം ഇരുട്ടിന്റെ ശക്തികളായ തീവ്രവാദികളാണ്. അവർ ഷിയ തീവ്രവാദികളാണ്, ഹൂത്തി തീവ്രവാദികൾ എന്നാണ് പേര്. അപ്പൊ അവരുടെ കോടതിയാണ്. ആ കോടതി യമന്റെ കോടതിയല്ല. യമന്റെ കോടതി സുന്നി ഇസ്ലാമിന്റെ കോടതിയായിരിക്കും. ഇവരുടെ കോടതി ഷിയ കോടതിയാണ്. എന്ത് കോടതിയാവട്ടെ, കോടതിയുടെ മുമ്പിൽ ശരിയാണ്. ഇപ്പോൾ വിജയ് പറഞ്ഞത് വളരെ ശരിയാണ്. തലാലിന്റെ കുടുംബം ആലോചിക്കുന്നത് ഇവരോട് അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ, മുഴുവനാണെന്നല്ല, തലാലിന്റെ ഒരു സഹോദരനെങ്കിലും പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ നിലപാട് നമുക്കറിയില്ല. അതിപ്പോ നെഗോഷിയേഷൻ നടക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആദരണീയനായ കാന്തപുരം ഉസ്താദ് അതിന്റെ ഭാഗമാകുമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ആയിരുന്നാലും അത് ഈ ഘട്ടത്തിൽ നല്ലതാണ്. ഇനി അവർ പറയുന്നത് ശരിയാണ്. ഞങ്ങളുടെ സഹോദരനെ കൊല്ലുക മാത്രമല്ല, കൊന്നിട്ട് ഇത്ര ക്രൂരമായി നിഷ്ഠൂരമായി
വെട്ടി നുറുക്കിയല്ലോ എന്നാണല്ലോ കേസ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ ഇതിപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ ഒരു മലയാളി ആയതുകൊണ്ടൊന്നല്ല, ലോകത്തിലെ ഏത് മനുഷ്യനായാലും ഒരു അറബ് രാജ്യത്ത് ഇത്ര പ്രാകൃതന്മാരായ, അറബ് രാജ്യത്തെ നിയമത്തെക്കുറിച്ചും ശരീഅത്തിനെ കുറിച്ചുമല്ല ഞാൻ പ്രാകൃതം എന്ന് പറയുന്നത്, ഒരു വ്യവസ്ഥാപിതമായ ശരീഅത്ത് കോടതിയുള്ള ഒരു അറബ് രാജ്യത്ത് ആയിരുന്നെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കില്ല. അതിന് പകരം ഒരു ഹൂത്തി തീവ്രവാദികളുടെ ഇരുട്ടിന്റെ കോടതി നാട് ഭരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവരാണ് വിധി പ്രഖ്യാപിക്കുന്നത്. ആ കോടതിയുടെ മുമ്പിൽ ഈ പറഞ്ഞൊക്കെ ശരിയാണ്. അവർ വിലയിരുത്തുന്നത് ഇങ്ങനെയാവാം, തലാലിന്റെ കുടുംബം വിലയിരുത്തുന്നു അങ്ങനെയാവാം. പക്ഷെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അത് മലയാളി ആയതുകൊണ്ടുള്ള പക്ഷപാതമല്ലേ? അല്ല, ആരായാലും ഈ അവസ്ഥ അനുഭവിക്കുന്നുണ്ട്. ഇല്ല സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സംശയം. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമായിട്ടാണല്ലോ പറയുന്നത്. ഒരു കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് തെളിവ് നശിപ്പിക്കുന്നത്. അവിടെ ആ ഒരു അർത്ഥത്തിൽ, അതായത് ഈ കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടിരുന്നു എന്ന് പറയുമ്പോൾ അത് ആ ഒരു അർത്ഥത്തിൽ അതിന് ഒരു ആംഗിളും കൂടെ ഇല്ല. തെളിവ് നശിപ്പിച്ചു എന്നതാണ് നമ്മുടെ നാട്ടിലെ വലിയ കുറ്റം. അവിടെ അങ്ങനെയല്ല. മൃതദേഹത്തെ അപമാനിച്ചു, മൃതദേഹത്തോട് ക്രൂരമായി പെരുമാറി, അതാണ് അവരുടെ കുറ്റം. രണ്ടായാലും കുറ്റം തന്നെയാണ്. പക്ഷെ ആലോചിക്കേണ്ടത്, എന്തുകൊണ്ട് അബദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരാളെ, അബദ്ധത്തിലാണെന്ന് അല്ലെന്നും പറയുന്നു. ഇപ്പോ കമാൽ പാഷ പറയുന്നത്, കമാൽ പാഷ ഈ സമയത്ത് പ്രാണന് വേണ്ടി നിലവിളിക്കുന്ന ഒരു പാവം പെൺകുട്ടിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയാണ്. അവൾ ആ പറയുന്നത് പോലെയൊന്നും അല്ല. അവൾ ഈ തലാലിന്റെ ഭാര്യയായിട്ട് അവിടെ ജീവിച്ചയാളാണ്, ഭാര്യയായി ജീവിച്ചയാളാണ്, അത് ആസ്വദിച്ചയാളാണ്. എന്നിട്ട് ഇവളുടെ ഭർത്താവ് ഇത് അറിഞ്ഞപ്പോഴാണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണാവോ? ഏതോ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ. ഈ സമയത്ത് ഈ ശവത്തിൽ കുത്താൻ കഴിയുന്ന ഒരു മനുഷ്യൻ, ഇദ്ദേഹത്തിന് മുമ്പിലൊക്കെ നീതി തേടി വന്നവനും ഇതൊക്കെ തന്നെയായിരിക്കും. ഇത്ര യാന്ത്രികമായ വിധികളായിരിക്കുമല്ലോ കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതുപോലൊരു അഭിപ്രായം ഈ ഇതിലും പറഞ്ഞിരുന്നു, നമ്മുടെ ഷാരോൺ വധക്കേസിലും ഇവരെ ന്യായീകരിച്ച് ആര് പറഞ്ഞു? കമാൽ പാഷ ഗ്രീഷ്മയെ ന്യായീകരിച്ച് കമാൽ പാഷ പറഞ്ഞിട്ടുണ്ടാകും, സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഇതുപോലെ ഇതേ അഭിപ്രായം പറഞ്ഞ ഒരാള് വേറൊരാളെ ജാമിദ ടീച്ചറാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു വളരെ വരണ്ട യാന്ത്രികമായ മനസ്സുകൊണ്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത്. ഒന്ന് അറേബ്യയെ കുറിച്ചുള്ള അജ്ഞത വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പോ സംഭവിക്കുന്നത്, ഇനിയിപ്പോ കമാൽ പാഷയുടെ യുക്തി വെച്ച് ഞാൻ ചോദിക്കട്ടെ, അറബ് രാജ്യത്ത് എന്താ സംഭവിക്കുന്നത്? നിർഭാഗ്യത്തിന്റെ ഒരു ജന്മമാണ്. അവർ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കിട്ടിയതൊക്കെ കൊണ്ടുപോയി, അവിടുത്തെ ശമ്പളം കൊണ്ട് അവർ പെട്ടുപോയത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു യമനി ഹോസ്പിറ്റലിൽ ആരും ജോലിക്ക് പോകില്ല. യമനിൽ ജോലിക്ക് പോകുന്ന നഴ്സുമാര് അവിടെ യൂറോപ്യൻ ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെ ഡോളറിൽ ശമ്പളം കിട്ടും, കിട്ടിയാൽ രക്ഷപ്പെടും. ആ പണി തേടി പോയതായിരിക്കും, പക്ഷെ കിട്ടിയത് ഒരു യമനി ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്, ചെറിയ ശമ്പളം കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. അപ്പോഴാണ് അവർ ആലോചിച്ചത് സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയാലോ. അതിന്റെ ചിന്തയാണ്, അതിനുവേണ്ടിയാണ് ഇവിടെ നാട്ടിലുള്ളതൊക്കെ കടം വാങ്ങി അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവിടുത്തെ ഒരു സ്പോൺസർ വേണം. അപ്പൊ ഇവർ വർക്ക് ചെയ്തിരുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പേഷ്യന്റായി വന്നിരുന്ന ഒരാളാണ് ഈ തലാൽ. എന്താണ് അയാളുടെ പേര്? തന്നെ തലാൽ. അപ്പോ എന്താ സംഭവിക്കുന്നത് സത്യത്തില്? ഇനിയിപ്പോ കമാൽ പാഷ പറഞ്ഞത് ശരിയാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഹൂത്തി ആക്രമണം നടക്കുന്നു, യമൻ വലിയ തോതിൽ സുരക്ഷയിലാകുന്നു. ഇന്ത്യ ഗവൺമെന്റ് ഇനി ആരും അങ്ങോട്ട് പോകരുത് എന്ന് ഇന്ത്യക്കാരോട് പറയുന്നു. അതുകൊണ്ട് ഭർത്താവിനും മോനും പോകാൻ പറ്റുന്നില്ല, അവിടെ ഒറ്റപ്പെട്ടു പോയി. ഇവളുടെ പാസ്പോർട്ട്, ഇവളുടെ ഇക്കാമ, ഇവളുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം അവിടുത്തെ മുഴുവൻ ആസ്തിയും ഇയാളുടെ കയ്യിലായി. മാത്രമല്ല ഭാര്യയാണ് എന്നൊരു രേഖയുണ്ടാക്കി. അത് കൃത്രിമമാണെന്ന് ഇവര് പറയുന്നു, ഈ നിമിഷപ്രിയ പറയുന്നു. അതല്ല, ഇനിയിപ്പോ കമാൽ പാഷ പറയുന്നതാണ് ശരിയെന്ന് വെച്ചോളൂ. വേറെ എന്ത് ഓപ്ഷൻ ഉണ്ട് ആ സമയത്ത്? ഇങ്ങനെ ഒരാൾ വലിയ ക്രിമിനൽ റെക്കോർഡുള്ള, ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ 5 തവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിൽ 3 തവണയെങ്കിലും റേപ്പ് കേസിനാണ്. അങ്ങനെ ഒരാളുടെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഭാര്യയായിട്ട് അഭിനയിച്ചാലെങ്കിലും പുറത്ത് കിടക്കാൻ, രക്ഷപ്പെടാനുള്ള ഒരു മാർഗമല്ലേ ആ കുട്ടി അന്വേഷിക്കാൻ? അതിലെന്താ തെറ്റ്? അങ്ങനെ ചെയ്യേണ്ടി വന്നെങ്കിൽ സമ്മതത്തോടു കൂടി, സമ്മതം എന്നൊക്കെ പറയുന്ന ഔട്ട് ഓഫ് പ്രഷർ ആയുള്ള സമ്മതത്തിന് കൺസെന്റ് എന്ന് പറയുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും അറിയാത്ത ആളല്ലല്ലോ ജഡ്ജ്. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ കഴിയുമ്പോഴാണ് സംഭവിക്കുന്നത്. പിന്നെ ശ്രീജിത്ത് പണിക്കർ ചോദിച്ചത് ഓവർ ഡോസ് കൊടുത്തില്ലേ, അത് ബോധപൂർവം അല്ലേന്നാണ്. ശ്രീജിത്ത് പണിക്കരോട് വിനയപൂർവ്വം നമ്മൾ ചോദിക്കേണ്ടത്, ഒരു നേഴ്സ് ഒരു ഹോസ്പിറ്റലിൽ ഈ അനസ്തീഷ്യ കൊടുക്കുന്ന പണി അവരുടേതല്ല, അത് ഡോക്ടർ മാത്രമേ കൊടുക്കുകയുള്ളൂ. മാത്രമല്ല ഓപ്പറേഷൻ കഴിഞ്ഞ് അനസ്തിസ്റ്റ് ബോധം തെളിയുന്നത് വരെ കൂടെ നിൽക്കും. അത് ഡോക്ടറുടെ പണിയാണ്. ഇത് ഡോക്ടറുടെ സിറിഞ്ചും ഡോക്ടറുടെ മരുന്നും ഇവരെടുത്ത് കുത്തിവെക്കുന്നത് വൃത്തികേട് കൊണ്ടാണ്. അത് നേഴ്സിന്റെ പണിയല്ല. അതിന് ഡോസൊന്നും അവർക്ക് അറിയില്ല. അറിയാത്ത പണി ചെയ്തു എന്നതാണ്. അറിയാത്ത പണി എന്തിനാണ്? രക്ഷപ്പെടാൻ ചെയ്തതാണ്. ഇവർക്ക് ഇത് കുത്തിവെച്ചാൽ ബോധം കെട്ട് അവിടെ കിടന്നോളൂ, എന്നാൽ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാലോ എന്നാ. പക്ഷെ ഓവർ ഡോസ് ആയിപ്പോയി. ഡോസ് അറിയാത്തതുകൊണ്ടാണ്.
ഓവർഡോസ് കുത്തിവെച്ചത് ബോധപൂർവമല്ലേ? അല്ല. ഒരു നേഴ്സിന്റെ കോഴ്സിലൊന്നും ഈ അനസ്തീഷ്യ കുത്തിവെക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല. സെഡേഷൻ അവരുടെ പണിയല്ല. ഡോക്ടർ ഡോസ് എഴുതി കൊടുത്താൽ അത് വേണമെങ്കിൽ കുത്തിവെക്കാമെന്നല്ലാതെ. അപ്പൊ ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഓവർഡോസ് ആയിപ്പോയി, മരിച്ചു എന്ന് ഉറപ്പായി. മരിച്ചു എന്ന് ഉറപ്പായാൽ പിന്നെ എന്ത് ചെയ്യണം? കുറ്റം ഏറ്റു പറയാമായിരുന്നില്ലേന്നാ. കുറ്റം ഏറ്റു പറഞ്ഞാലും അറബ് രാജ്യത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. കൊന്നവനെ കൊല്ലും. അപ്പൊ നമ്മൾ ചെയ്യാവുന്നത് വേറെ പീഡനങ്ങൾക്കൊന്നും പോകാതെ, കേസിനും കൂട്ടത്തിനും ഒന്നും പോകാതെ തലവെച്ചു കൊടുത്താൽ തല പോകും എന്നത് ഉറപ്പാണ്. അതിനല്ലല്ലോ ഈ കുട്ടി ഇതൊന്നും ചെയ്തത്. ആ കുട്ടിക്ക് തിരിച്ചു പോരണം. നമ്മൾ ഓർക്കേണ്ടത് ആ കുട്ടിയെ കാത്ത് ഇവിടെ നാട്ടിൽ കുടുംബമുണ്ട് എന്നതല്ല, ഒരമ്മയാണ്. ഒരു നവജാത ശിശുവിനെ, ഒരു കുഞ്ഞിനെ ചെറുപ്പത്തിൽ ഇട്ട് പോയതാണ്. ഒരു അമ്മയുടെ മനസ്സ് പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും തിരിച്ചു കിടക്കാൻ വേണ്ടി അപ്പോൾ ആലോചിച്ചതാണ് കൂട്ടുകാരിയും ചേർന്ന്. ഹനാൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി, അവർക്ക് ജീവപര്യന്ത ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അവർ അവിടുത്തെ പൗരത്വമുള്ള ആളാണ്, യമനിയാണ്. പക്ഷേ ഇത് ഇപ്പോ അവരെന്താ ചെയ്തത്? പിന്നെ മരിച്ചു എന്നതിന്റെ തെളിവ് നശിപ്പിക്കുക അല്ലാതെ വേറെ വഴിയില്ല. കൊന്നു എന്നറിഞ്ഞാൽ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. അപ്പോ ബോധപൂർവമല്ലേ? ഇനിയിപ്പോ കൊന്നു, ഞാൻ കൊല്ലേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ബോധപൂർവമല്ലേ കൊല്ലുന്നത്? കൊല്ലാൻ വേണ്ടിയല്ല, മയക്കുമരുന്ന് കുത്തിവെച്ചതാണ് രക്ഷപ്പെടാനെന്നൊക്കെ പറഞ്ഞാൽ പോലും കൊന്നല്ലോ. അപ്പോ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി മരിച്ചിട്ടില്ല, കൊന്നിട്ടില്ല എന്ന്, കൊന്നതിന് തെളിവില്ലാതാക്കണം. അതിനുവേണ്ടി കണ്ടുപിടിച്ച വഴിയാണ്. അത് വേണമെങ്കിൽ അശാസ്ത്രീയമാണ്, ബുദ്ധിപൂർവമായില്ല. ഇപ്പോ ശ്രീജിത്ത് പണിക്കരുടെ അത്രയും ബുദ്ധി ആ സമയത്ത് ഈ വെപ്രാളത്തിനും വിഭ്രമത്തിനും ഇടയിൽ ആ പെൺകുട്ടിക്ക് ഉണ്ടായില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവന് കണ്ടുപിടിച്ച വഴി അതാണ്. വളരെ അവരെ കൊണ്ടാവുന്ന വിധം രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്തു എന്നാണ് പറയുന്നത്. അവളല്ല മറ്റുള്ളാണെന്നും പറയുന്നുണ്ട്. ആരായാലും അതല്ലാതെ വേറെ വഴി കണ്ടില്ല. അപ്പോ ഇദ്ദേഹം അത് മനുഷ്യർ കുടിക്കുന്ന വെള്ളമല്ലയോ, അതിനകത്തല്ലയോ കൊണ്ടുപോയിട്ടത് എന്നൊക്കെയാണ്. മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി കുടിക്കുന്ന വെള്ളട്ടാങ്കിലാണെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കുമല്ലോ. ഇതൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇഫ് ഐ വേർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിമിഷ നേരം ഈ ബുദ്ധിജീവി ചിന്തയും ദാർശനികമായ ആലോചനയൊക്കെ നടത്തുന്നവർ ആലോചിക്കേണ്ടത്, ഇഫ് ഐ വേർ ഇൻ ദി പ്ലേസ് ഓഫ് ഹെർ എന്ന് ആലോചിച്ചു. ഇല്ല, അതിൽ അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അതായത് അത് ഇവിടെയായിരുന്നു നടന്നിരുന്നെങ്കിൽ നിങ്ങൾ നിമിഷപ്രിയയെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ചോദ്യം. എന്താ സംശയം? അല്ല, ഇതുപോലെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ വാട്ടർ ടാങ്കിൽ കൊണ്ട് അവിടെ ഈ ബോഡി നിക്ഷേപിച്ചിട്ട് കടന്നു കളയാൻ ശ്രമിച്ച ഒരു യുവതി, അപ്പൊ അത്തരത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. യാതൊരു സംശയവുമില്ല, സപ്പോർട്ട് ചെയ്യും, 100 വട്ടം സപ്പോർട്ട് ചെയ്യും. കടന്നു കളയാൻ ശ്രമിച്ചത് എന്താ? പൊന്നും പവിഴവും മുത്തും എടുത്തിട്ട് രക്ഷപ്പെട്ടതല്ലോ. അല്ല, പ്രാണനും കൊണ്ട് നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ആ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുകയല്ലാതെ, അതിർത്തി കടക്കുകയല്ലാതെ അവർക്ക് വേറൊരു വഴിയുമില്ല. മാത്രമല്ല, അവർ ആർക്ക് വേണ്ടിയാ ഓടുന്നത്? ഇവിടെ അവളെ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ അമ്മ അവള് മാത്രമാണ്. അതിന് വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. അത് ഇവിടെ നിന്ന് ഇപ്പൊ ഈ മലപ്പുറത്ത് നിന്ന് ഒരാള് തിരുവനന്തപുരത്തേക്ക് രക്ഷപ്പെട്ടാലും ഞാൻ ഈ നിലപാട് തന്നെ എടുക്കും. എന്താ സംശയമുള്ളത്? അതെന്തുകൊണ്ടാണ്? സ്ത്രീ ആയതുകൊണ്ടാണോ? അല്ല, സ്ത്രീ ആയതുകൊണ്ടല്ല, മനുഷ്യനായതുകൊണ്ട്. ഇതാണ് സാഹചര്യമെങ്കിൽ ഞാൻ പറയുന്നത്, ഇപ്പോ യമനിലെ ഹൂത്തികളുടെ ഒരു കോടതിയിൽ ഇങ്ങനെ പിടിയിൽ പെട്ടുപോയവരാണ്. തലാലിനെ പോലെ ഒരു ക്രിമിനലിന്റെ കയ്യിൽ അകപ്പെട്ടു പോയ ഒരു പെൺകുട്ടി. ഈ പറയുന്ന ഇപ്പോ ജസ്റ്റിസ് കമാൽ പാഷ ഗാന്ധിയനാണെന്നാണ്, കോൺഗ്രസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഹാത്മാഗാന്ധിയാണല്ലോ നമ്മുടെ അഹിംസയുടെ പ്രവാചകൻ. മഹാത്മാഗാന്ധി പഠിപ്പിച്ച അഹിംസ എന്താ? യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ ചോദ്യോത്തരം ഉണ്ടായിരുന്നു. ലോകത്തിൽ ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാം, അയച്ചു കൊടുക്കാം. മഹാത്മാഗാന്ധി അതിന്റെ ഉത്തരം പ്രസിദ്ധീകരിക്കും. അതിലൊരു ചോദ്യം ചോദിക്കുന്ന ഒരു കൊച്ചുകുട്ടി, അങ്ങ് അഹിംസയുടെ പ്രവാചകനാണല്ലോ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്നാണല്ലോ അങ്ങ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടിയായ എന്നെ, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയായ എന്നെ ഒരു കാട്ടാളൻ ഉപദ്രവിക്കാൻ വന്നാൽ, വലിച്ചു കീറാൻ വന്നാൽ, എന്നെ എന്റെ മാനം കെടുക്കാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? അവന്റെ മുമ്പിൽ സഹിഷ്ണുതയോടെ സഹിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി പറയുന്ന ഉത്തരം വളരെ വളരെ ക്ലിയർ ആണ്. നമ്മുടെ ഗാന്ധിയന്മാരൊന്നും അഹിംസ വ്യാഖ്യാനിക്കുന്നത് സൂക്ഷ്മതയോടെ അല്ല. മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഉപദ്രവിക്കാൻ വരുന്ന ഒരാളെ തിരിച്ചടിക്കാൻ പാടില്ല എന്നല്ല അഹിംസ എന്ന് പറഞ്ഞ അർത്ഥം. നമ്മൾ അക്രമത്തിന് മുൻകൈ എടുക്കരുത് എന്നാണ്, അക്രമത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കരുത് എന്നാണ്. എൻ്റെ മോളെ, നിന്നെ ഉപദ്രവിക്കാൻ വരുന്ന കാട്ടാളനെ ഏറ്റവും ദുർബലമായി നിന്റെ കയ്യിലുള്ള പല്ലും നഖവും ഉണ്ടല്ലോ, അതുകൊണ്ട് കടിച്ചു കീറണം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അതുകൊണ്ട് അഹിംസയെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇത് വളരെ സിമ്പിളാണ്. നിമിഷപ്രിയ ഇപ്പോൾ ചെയ്യുന്നത് പ്രാണൻ രക്ഷപ്പെടുത്തി എടുത്താലേ അവർക്ക് നഷ്ടപ്പെട്ട മാനം പോലും വീണ്ടെടുക്കാൻ പറ്റും. അവരുടെ സ്വന്തം കുഞ്ഞിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടല്ലാതെ അവർക്ക് ജീവിതം എന്നൊന്നില്ല. അതിനുവേണ്ടിയുള്ള നെട്ടോട്ടമാണ് അവർ ഓടിയത്, അതിനുവേണ്ടിയുള്ള പരാക്രമമാണ് അവർ കാണിച്ചത്. അതിൽ തീർച്ചയായിട്ടും ഒരാൾ കൊല്ലപ്പെട്ടു,
കൊല്ലപ്പെട്ടത് ആരായാലും ആ ജീവനോട് നമുക്ക് സഹതാപമേ ഉള്ളൂ. പക്ഷേ കൊല്ലപ്പെട്ട സാഹചര്യം, കൊല്ലപ്പെട്ട ദേശം, ഈ കൊല്ലപ്പെടാനിടയായ അങ്ങനെ കൊല്ലാനിടയാക്കിയ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ, ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്. അത് മലയാളി ആയതുകൊണ്ടല്ല, ഇന്ത്യക്കാരി ആയതുകൊണ്ടല്ല, മനുഷ്യനായതുകൊണ്ടാണ്. അങ്ങനെ കാണാൻ ശ്രീജിത്ത് പണിക്കർക്കും സാധിക്കണം, നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷയ്ക്കും സാധിക്കണം. അല്ലാത്ത കാലത്തോളം നിങ്ങൾ ഈ നടത്തുന്ന സൈദ്ധാന്തിക വ്യായാമങ്ങളെ അങ്ങേയറ്റത്തെ ക്രൂരമായ വ്യവഹാരങ്ങളായിട്ടും മനുഷ്യൻ വിലയിരുത്തും. നിങ്ങൾ രണ്ടുപേരെയും ഈ പുതിയ കാലത്ത്, ഈ പ്രത്യേക കാലത്ത് പ്രാണന് വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി, അവരുടെ ജീവൻ രക്ഷിക്കാൻ ലോകത്തിലെ എല്ലാ മനുഷ്യരും ആവുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് വാക്കുകൊണ്ട് വീണ്ടും അവരെ കൊന്നുകൊണ്ടിരിക്കുന്ന, കൊല്ലാക്കൊല ചെയ്യുന്ന, കൊലക്കാരിൽ നിന്ന് അവർ രക്ഷപ്പെട്ടാലും രക്ഷപ്പെടരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഹീനമായ മനസ്സുള്ള പല റാവുത്തർമാരും നമ്മുടെ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിന് തുല്യമായ ഒരു അതിന് തുല്യം ചാർത്തി കൊടുക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. പൊറുക്കാവുന്നതല്ല, അപലപനീയമാണ്.